ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി കൂടുതൽ ഈ സീരിയലിന്റെ റിവ്യൂ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്കമിങ് എപ്പിസോഡും പ്രൊമോ റിവ്യൂസൊക്കെ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നിധിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാട്ടോ അമ്മ. അപ്പോൾ നിധി ആകെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ CKSനെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ മരിക്കുന്നതിന് മുമ്പ് മോളോട് പറയും എന്ന് ഉറപ്പ് പറയുന്നുണ്ട്. ശേഷം പെട്ടെന്ന് ചുമ വരുമ്പോഴേക്കും ഡോക്ടറെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന നിധി അതിനുശേഷം അമ്മ ഒന്ന് ഓക്കെ ആവാണ്. ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, മരുന്നിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ശേഷം നിധി ഇങ്ങനെ അമ്മയോട് സംസാരിക്കുമ്പോൾ ആന്റി എന്തോ പറയാൻ വന്നല്ലോ എന്നോട്. ആന്റി മരിക്കുന്നതിന് മുമ്പ് എന്തോ വലിയ രഹസ്യം എന്നോട് പറയുമെന്ന് പറഞ്ഞല്ലോ. ആന്റി മരിച്ചിട്ടൊന്നുമില്ല, ഇനി മരിക്കാനും പോകുന്നില്ല. ആന്റിക്ക് എന്ത് രഹസ്യമോ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അത് CKSനെ കുറിച്ചുള്ള രഹസ്യമാണ്. CKS ആണ് മോളെ എൻ്റെ ഗൗതത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന നിധിക്ക് ആകെ ഷോക്കായി പോവാട്ടോ. നിധി കുറച്ചേരം മിണ്ടാതിരിക്കുന്നുണ്ട്. പിന്നീട് നിധി അത് ആക്സെപ്റ്റ് ചെയ്യണം. വീട്ടിലേക്ക് വരുന്ന നിധിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അയാള് എങ്ങനെ ഗൗതത്തിന്റെ അച്ഛൻ? ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പൊ അച്ഛനും മോനാണോ ഈ പോരൊക്കെ വിളിക്കണത്? ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണത് അച്ഛനും മോനും തമ്മിലാണോ? അവര് തമ്മിൽ ഒന്നും അറിയണ പോലും ഇല്ല അച്ഛനും മോനാണെന്ന്. രണ്ടുപേരും ശത്രുക്കളെ പോലെ. ഇതൊക്കെ എങ്ങനെ ശരിയാവും? എല്ലാം കൂടി കലകി കിടക്കാണല്ലോ ഈശ്വര. ഇതെങ്ങനെയാണെന്ന് നേരെയാക്കുക? ഗൗതത്തിന്റെ അടുത്തുനിന്ന് ഇപ്പൊ ഒരുപാട് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഇതും കൂടി ഞാൻ എങ്ങനെ ഗൗതത്തിന്റെ അടുത്ത് മറച്ചു വെക്കും? എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴോ ഓരോരോ കാര്യങ്ങൾ വള്ളിക്കെട്ട് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞു വരുന്നത്. എങ്ങനെയാണ് എന്റെ ഗൗതത്തിനോട് പറയാ ഗൗതം ഇത്രമാത്രം വെറുക്കുന്ന ഒരാളാണ് ഗൗതത്തിന്റെ അച്ഛനെന്ന്? ആ CKS ഇതറിഞ്ഞ് അംഗീകരിക്കോ? ഒരിക്കലും മകനായിട്ട് അംഗീകരിക്കില്ല. അയാള് എന്റെ ഗൗതത്തിനെ കൊല്ലാനേ നോക്കുള്ളൂ. ഗൗതവും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഉള്ളിടത്തോളം കാലം അയാളെ അച്ഛനായിട്ട് സ്വീകരിക്കൂല. എന്റെ ഭഗവാനെ, വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി പോയല്ലോ ഞാൻ എന്ന് നിധി വിചാരിക്കുകയാണ്. ശേഷം ഗൗതം വരുന്നുണ്ട്. ഹലോ നിധി മാഡം, എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ. കുറച്ച് ദിവസമായിട്ട് തനിക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല. എന്താടോ കാര്യം എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് പറയാണ്. ഇല്ലില്ല, എന്തൊക്കെയോ ഉണ്ട്. താനും അമ്മയും തമ്മിൽ എന്തൊക്കെയോ ഡിസ്കഷനൊക്കെ ഉണ്ട്. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടുപിടിക്കും. എന്ത് കണ്ടുപിടിക്കുമെന്ന്? അങ്ങനെയൊന്നുമില്ല, ഗൗതം വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് നിധി പറയാണ്. പിറ്റേ ദിവസവും നിധി അമ്മേനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആന്റി, എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. അതൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഗൗതത്തിന്റെ അടുത്തുനിന്ന് ഞാൻ എത്രമാത്രം സത്യങ്ങളെ പറയാതിരിക്കണത്? ഓരോ പ്രാവശ്യം ഗൗതം എന്നോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഞാൻ ഗൗതത്തിന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നുണ്ടോന്ന്. ഞാൻ ഒന്നും തുറന്നു പറയുന്നില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഗൗതം ഇതെല്ലാം തിരിച്ചറിയും. അതെ, ആ ഒരു ദിവസത്തിന് ഞാനും പേടിച്ചിരിക്കാം മോളെ. സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമുണ്ട്. കാരണം എന്തെന്നറിയാവോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ സത്യം ആരും അറിയില്ല. ഈ സത്യം ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ദൈവമായിട്ട് എൻ്റെ മോന്റെ ജീവിതത്തിലേക്ക് നീ വന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സത്യങ്ങളൊക്കെ നിന്നോട് പറയാൻ സാധിച്ചു. മോളെ, ഒരിക്കലും അവര് ഈ സത്യം അറിയരുത്. ഈ ഒരു സാഹചര്യത്തിൽ നീ ഇത് പറയരുത്. ഒരു സമയം വരും, നിനക്ക് ഇത് തുറന്നു പറയാൻ ഒരു സമയം വരും. ആ സമയത്ത് മാത്രമേ നീ ഈ ഒരു കാര്യം എല്ലാവരോടും വെളിപ്പെടുത്താവൂ. പിന്നെ എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ മോളെ ഭദ്രമായിട്ട് ഏൽപ്പിക്കാം. നീ ഇത് പെട്ടെന്ന് പറഞ്ഞ ആരും ഇത് വിശ്വസിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തെളിവുകളും കൂടി തരാന്ന് പറഞ്ഞത്. മോള് വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അമ്മ നാളെ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാലും എൻ്റെ മോള് പിടിച്ചു നിൽക്കണം. എൻ്റെ മോന്റെ തുണയായിട്ട് മോള് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ നിധിയാണെങ്കിൽ ആകെ ടെൻഷനിലാട്ടോ. നിധിയും അമ്മയും തമ്മിൽ എന്തൊക്കെയോ വലിയ രഹസ്യമുണ്ട്. അത് CKSനെ കുറിച്ചാണ് എന്നുള്ളത് ഗൗതം മനസ്സിലാക്കാണ്. പക്ഷെ അത് എന്താണെന്ന് ഗൗതത്തിന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇനിയുള്ള എപ്പിസോഡിൽ ഗൗതം ഈ അമ്മയും അതുപോലെ തന്നെ മരുമോളും തമ്മിൽ എന്താണ് ഇത്ര രഹസ്യം പറച്ചിൽ? അവരുടെ സംഭാഷണത്തിൽ CKSയുടെ പേര് വരുന്നുണ്ട്. CKSക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണ് അവരുടെ സംസാരത്തിൽ വരേണ്ടത് എന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്ന ഗൗതത്തിനായിട്ടോ കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.